എനിക്കെതിരെ 3 കേസുകളാണുള്ളത് കേരളത്തിൽ. 3 കേസുകൾ. അതിലൊന്ന് നിയമസഭയിലുണ്ടായ ചില അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസാണ്. 2 കേസുകൾ കൊടുത്തിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയാണ്. മീഡിയ വൺ. എനിക്കെതിരെ ഒരു ക്രിമിനൽ കേസും കൊടുത്തിട്ടുണ്ട്, ഒരു സിവിൽ കേസും കൊടുത്തിട്ടുണ്ട്. പക്ഷെ പൈസ കൊടുത്ത് ബാധിക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും എൻ്റെ മകൻ വക്കീലായി. അവനാണ് ഇപ്പം എൻ്റെ കേസ് നോക്കുന്നത്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഫാറൂഖ്. അവർക്കെതിരായിട്ടിപ്പോൾ തീവ്രവാദി IS സ്പോൺസേഡ് ചാനൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് IS ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കേസ് കൊടുത്തത്. ഞാൻ IS എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇസ്ലാമിക് സർവൻസ്, ഇസ്ലാമിക സേവകർ എന്നാണല്ലോ സാധാരണഗതിയിൽ നമ്മളുടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ സ്വയം വിശേഷിപ്പിക്കുക. ഇസ്ലാമിക സേവകർ എന്ന് പറയും. അപ്പോൾ IS ഇസ്ലാമിക് സർവൻസ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അതിനെതിരായിട്ട് അവർ കേസ് കൊടുത്തിട്ടുണ്ട്. 2 കേസ് കൊടുത്തിട്ടുണ്ട് എനിക്കെതിരെ. ഒന്നല്ല, കോഴിക്കോട് കോടതിയിൽ. ഇപ്പം മകൻ വക്കീലായതുകൊണ്ട് പൈസ ഇല്ലാതെ കേസ് നടത്താൻ പറ്റുന്നു. എന്താണ്? അല്ല, അവരെന്തും ചെയ്യും. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്ത് കാര്യവും ചെയ്യും. അൻവർ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് പാർട്ടിയുടെ ബോധ്യമാണ്. അല്ല, എനിക്ക് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നുള്ള നിലക്കുള്ളതൊന്നും, കാരണം അൻവർ അങ്ങനെ ഏതെങ്കിലും ആളുകളുടെ വണ്ടി കയറുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഇതും ഇതിലപ്പുറവും ചെയ്യും. അതെനിക്ക് ബോധ്യമാണ്. അല്ല, ജമാഅത്ത് ഇസ്ലാമിയാണ് എന്നുള്ള വാദം ഞാൻ തള്ളില്ല. കാരണം എനിക്കെതിരെ അതാണല്ലോ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറഞ്ഞത്. പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും, ഇറങ്ങും. പിന്നെന്താ സംശയം? അൻവർ ഉന്നയിച്ച സമാനമായ സാഹചര്യത്തിലാണ് അന്നും ഫേസ്ബുക്കിൽ പോലീസിനെതിരെ ഗുരുതര വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അത്രയധികം കാത്തുനിന്നത്? അൻവറിന്റെ കൂടെ ഒരു ഓപ്പറേഷന് വേണ്ടിയായിരുന്നു? ഒരിക്കലും അല്ല. കാരണം അൻവർ ഇപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോഴാണ്. ഞാനുമായിട്ട് അൻവർ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് അല്ല. ഞങ്ങൾ തമ്മിൽ മലപ്പുറത്തെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് സമീപകാലത്ത് മാത്രമാണ്. ADGP അജിത് കുമാർ ഉൾപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചും ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ സമീപകാലത്താണ്. ഞാൻ ഒരു ദിവസം ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആര്? ഞാനോ? അത് പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായില്ലേ? അതെ, ഞാൻ എന്താ പറഞ്ഞത്? എൻ്റെ പുസ്തക റിലീസ് കഴിയട്ടെ. ഒക്ടോബർ 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 4:30 ഞാൻ നിങ്ങളെ കാണും, നിങ്ങളോട് പറയും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ആ വാക്ക് പാലിച്ചു. എന്ത് പറയുന്നു എന്ന് ഞാൻ അപ്പോൾ നിങ്ങളോട് പറഞ്ഞോ? യോജിപ്പും വിയോജിപ്പും പറയും എന്ന് പറഞ്ഞു. അൻവറിന്റെ ചില കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. അടിയുറച്ച ഇടതുപക്ഷക്കാരൻ. അന്നും ഞാൻ അടിയുറച്ച ഇടതുപക്ഷക്കാരൻ തന്നെയായിരുന്നു. എന്തിനാ അപ്പ പറയണ്ട? ഇപ്പൊ ഞാൻ പറയുന്നു. എങ്ങനെ? ഒരിക്കലും ഇല്ല. അൻവറിന്റെ പൊതുയോഗത്തിൽ പകുതി ആൾക്കാരല്ല, ചിലപ്പോ കൂടുക ചെയ്യുക. ഇതാണ് എന്റെ വെളിപ്പെടുത്തൽ. നിങ്ങൾ വെളിപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിക്കെതിരായ വെളിപ്പെടുത്തലാണ് എന്ന് തെറ്റിദ്ധരിച്ചു. അതാണ് നിങ്ങളുടെ പ്രശ്നം. അതുപോലെ തന്നെ CPM-നെതിരായിട്ടുള്ള വെളിപ്പെടുത്തലാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. അല്ല, ഓഫർ കിട്ടാന്ന് പറഞ്ഞാൽ ഇതല്ലേ. ഇപ്പോൾ സുഹൃത്തെ, താങ്കൾക്ക് നല്ലൊരു ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? താങ്കൾ പറയണം, ഇനി മാധ്യമ പ്രവർത്തന രംഗത്ത് ഞാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തോ ഓഫർ അവിടുന്ന് കിട്ടാനുള്ളത്? ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനായി 18 കൊല്ലപ്പം അങ്ങനല്ലേ പോയത്. എന്നെ വിശ്വസിച്ച, എന്നെ സ്നേഹിച്ച
ഇടതുപക്ഷവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഭൂതി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മൾട്ടി റിലിജിയസ് സൊസൈറ്റിയുമായിട്ട് എനിക്ക് സംവദിക്കാൻ പറ്റി എന്നുള്ളതാണ്. 3 പാർട്ടി ജാഥകളിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഒരു മൾട്ടി റിലിജിയസ് ആയിട്ടുള്ള കേരളത്തിൻ്റെ ഒരു പരിച്ഛേദത്തെ എനിക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റി. അവരോട് കൺവേ ചെയ്യാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അങ്ങനല്ല, ഞാൻ എൻ്റെ സുഹൃത്തിനോടാണ് പറയുന്നത്. 59 വയസ്സാകും. പൊതുവെ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ വാപ്പ് ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പം ഞാൻ പറഞ്ഞ 60 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം കൂടുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അതൊരു സുഹൃത്തിന് എഴുതിയിട്ടുള്ള ഒരു കത്തിലെ വാചകമാണ്. അല്ല, സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്താന്ന് പറഞ്ഞത് നമ്മൾ മരിച്ചു പോകണമെന്ന് ആൾക്കാർ ആഗ്രഹിക്കാത്ത വിധം. കാരണം പല MLA-മാരുടെയും കാര്യത്തിൽ ആ പാർട്ടികളിലെ യുവജന നേതാക്കൾ എന്നോട് അവരുടെ വികാരം ഷെയർ ചെയ്യുന്നത് എനിക്കറിയാം.